10th ക്ലാസ് ബേസിക് സയൻസിലെ 16ാമത്തെ പാഠഭാഗമായിട്ടുള്ള വാട്ടർ അഥവാ ജലം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്ക് വന്നിട്ടുള്ളതാണ് ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയും. എന്താണ് ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ എന്താണ് തിളനില എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏതൊരു ലിക്വിഡ്, അതായത് ഒരു ദ്രാവകാവസ്ഥയിലുള്ള സബ്സ്റ്റൻസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ തിളനില നോക്കാറുള്ളത്. ഒരു ദ്രാവകാവസ്ഥയിലുള്ള സബ്സ്റ്റൻസ് തിളക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അത് ഗ്യാസ് ആവുന്നതിന് അല്ലെങ്കിൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥയുടെ തൊട്ട് മുമ്പുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ അത് വാതകമായിട്ട് മാറാൻ തുടങ്ങുന്ന അവസ്ഥ വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് നമ്മളതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിൻറ്റ് വെള്ളത്തിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ, അതായത് ഒരു നോർമൽ നമ്മുടെ പ്രഷർ മർദ്ദത്തിൽ, അന്തരീക്ഷ മർദ്ദത്തിൽ നമ്മൾ അതിൻ്റെ ഒരു തിളനില ഒരു 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചൂടാക്കുന്ന സമയത്ത് ആ ഒരു താപനില അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചൂടെന്ന് പറയുന്നതിനെ അവർ പിന്നെ ഈ ഒരു മോളിക്യൂൾ വിഘടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് ഗ്യാസ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ വാതകമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പിന്നീട് നമ്മൾ ചൂട് കൊടുക്കുന്ന സമയത്ത് അത് ആ ഒരു വാതകത്തിലേക്ക് മാത്രമായിട്ട് ഉൾക്കൊള്ളും. ആ ഒരു ഹീറ്റ് എനർജി എല്ലാം അബ്സോർബ് ചെയ്യുന്നത് ആ ഒരു വാതകം അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുന്ന സബ്സ്റ്റൻസ് ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നുണ്ടാകുക. എപ്പോഴും തിളനില വെള്ളത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നോർമൽ അറ്റ്മോസ്ഫിയറിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക്കൽ പ്രഷറിൽ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിൽ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ഹീറ്റ് ആൻഡ് ഫേസ് ചേഞ്ച്, അതായത് നമ്മളൊരു ഹീറ്റിൻ്റെ ഫേസ് ചേഞ്ച് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വേപ്പർ ആകാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് അല്ലേ ഈ ഒരു ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബോയിലിംഗ് പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചൂടാക്കുന്ന സമയത്താണല്ലോ ഇതെന്തായി മാറുന്നത്, വാതകമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ചൂട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ചൂടിനെ അബ്സോർബ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടർ മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്യാസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫേസ് ചേഞ്ച്, അതായത് വാട്ടർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലിക്വിഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ദ്രാവകത്തിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ വാതകത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന താപം, ആ ഒരു ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ്, അതുപോലെ അതിൻ്റെ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് ചേഞ്ചിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന താപം ആ ഒരു 100 ഡിഗ്രിയിൽ അപ്പുറം കൂടില്ല. നമ്മളൊരു തെർമോമീറ്റർ വെച്ചിട്ട് ഹീറ്റ് അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എത്ര ചൂട് കൊടുത്താലും അത് ആ ഒരു നിശ്ചിത അളവിൽ അപ്പുറം പോവില്ല. പക്ഷേ പിന്നീട് ഈ ചൂടെല്ലാം എവിടെയാണ് പോകുന്നത്? ഈ ഒരു സ്റ്റീം, അതായത് നമ്മൾ ഈ ഒരു ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഗ്യാസ് രൂപത്തിലുള്ള അല്ലെങ്കിൽ വാതക രൂപത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് ഈ ഒരു താപത്തെ എല്ലാം അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു നോർമൽ നമുക്കൊരു ചൂടുവെള്ളത്തിൽ കൈയിട്ടിട്ട് പൊള്ളലേൽക്കുന്നതിനേക്കാൾ പൊള്ളലേൽക്കുന്നത് എന്തുകൊണ്ട്? സ്റ്റീം തട്ടുമ്പോൾ നമുക്ക് തൊലിയൊക്കെ ഉരിഞ്ഞു പോരുന്നത്. അതിനർത്ഥം എന്താണ്? സ്റ്റീം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ആ ഒരു വെള്ളം തിളച്ചുണ്ടായിരിക്കുന്ന വായു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേപ്പർ എന്ന് പറയുന്നത് എന്താണ്? അത്രയും ചൂടുള്ളതാണ് ആ ഒരു സബ്സ്റ്റൻസിനേക്കാളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ബേൺ അത്രയും ഹയർ ആകുന്നത്. അതായത് വാട്ടർ ബേണിനേക്കാളും എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ബേൺ നമുക്ക് ഈ ഒരു സ്റ്റീം വഴി അല്ലെങ്കിൽ എന്താണ് ആ ഒരു വായു വഴി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു വെള്ളം തിളച്ചിട്ട് പോകുന്ന നീരാവി വഴി നമുക്ക് കിട്ടുന്നത് അത്രയും വലിയ ചൂടുള്ള ആവി ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും വലിയ സിവിയർ ആയിട്ടുള്ള പൊള്ളൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തതാണ് നമുക്ക് ഈ ഒരു ഡിസോൾവിങ് സബ്സ്റ്റൻസ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അതായത് നമ്മൾ ഈ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കുവാണ്, ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു പാർട്ടിക്കിൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ കുക്കിംഗ് ടൈം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ നോർമലായിട്ട് നമ്മളൊരു വെള്ളം തിളക്കുന്നതും അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതും തമ്മിൽ നല്ല മാറ്റം ഉണ്ടാകും. ബോയിലിംഗ് പോയിൻറ്റ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ആ സമയം കുറച്ചും കൂടി എടുക്കുന്നതായിട്ട് കാണാൻ കഴിയും ഒരു എക്സ്ട്രാ സബ്സ്റ്റൻസിനെ ആഡ് ചെയ്യുന്ന സമയത്ത്. സോ അതാണ് നമ്മളിവിടെ ഒരു വാട്ടറിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നെ അടുത്തതായിട്ട് പ്രഷർ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മർദ്ദം അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്, തിളനിലയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമ്മൾ മർദ്ദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് നമ്മുടെ വീടുകളിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ കുക്കറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പ്രഷർ കുക്കേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വീടുകളിൽ പെട്ടെന്ന് സബ്സ്റ്റൻസുകളൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമൽ വെള്ളം തിളക്കാനുള്ള അല്ലെങ്കിൽ തിളനില എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ എന്നാൽ പ്രഷർ കുക്കർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 120 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൂടും. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? അത്രയും പെട്ടെന്ന് തിളക്കും വെള്ളം. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെള്ളം തിളക്കുമ്പോൾ എന്താകും? പെട്ടെന്ന് കുക്കിംഗ് നടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ കുക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനിലയും കൂടുന്നതായിരിക്കും. പക്ഷേ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രഷർ കൂടുന്ന സമയത്ത് തിളനില കൂടുന്നതായിരിക്കും. നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഒരു മലയുടെ പർവ്വതാരോഹികളൊക്കെ ഈ ഒരു പ്രഷർ കുക്കർ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ പറയാറുണ്ട് പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് ടീ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചായക്കെന്ന് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് അതിൻ്റെ ഒരു റീസണാണ്. മർദ്ദം കുറഞ്ഞു വരികയാണ്. നമ്മൾ പർവ്വതത്തിൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് മർദ്ദം കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ പ്രഷർ കുറയുകയാണ്. പ്രഷർ കുറയുന്ന സമയത്ത് ഗ്രേജ്വലി അതിൻ്റെ തിളനിലയും കുറയും. 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും തിളനില കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു സമയത്ത് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. ഓക്കെ, ഒരുപാട് സമയം എടുത്തിട്ടാണ് അവിടെ വെള്ളം തിളക്കുക, മർദ്ദം കുറഞ്ഞതുകൊണ്ട്. സോ നമ്മൾ ആ ഒരു സമയത്ത് ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം കിടന്ന് തിളച്ചുണ്ടാകുന്ന ചായക്ക് പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. ടൈം ഒരുപാട് എടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതാണ് പ്രഷറിൻ്റെ വേരിയേഷൻ ബോയിലിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ തിളനിലയും മർദ്ദവും തമ്മിലുള്ള ബന്ധം. അത്രയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ് ഫോമിലിരിക്കുന്ന അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന സബ്സ്റ്റൻസ് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രോസസ്സിനെയാണ് ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അതായത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും തിളനില കുറഞ്ഞിട്ട് അതൊരു വായുവായിട്ട് മാറുന്ന അല്ലെങ്കിൽ എന്താണ് വായു എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തണുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിൽ വെള്ളം ചൂടാക്കുന്നുണ്ട്, ഇതിൽ നമ്മൾ സ്റ്റീം പുറത്തോട്ട് വരുന്നുണ്ട്, അതായത് വായുവായിട്ട് ലിക്വിഡ് പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു വെസലിൻ്റെ മുകളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഈ ഒരു പാത്രം നല്ല തണുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചൂട് സ്റ്റീമാണ് പുറത്തോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് തണുത്തിട്ട് അത് നോർമലി വാട്ടറായിട്ട് ഇപ്പുറത്തെ ബീക്കറിൽ നമ്മൾ അത് എടുത്ത് വെക്കുന്നുണ്ട്. അതായത് എന്താണ്, നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സേവ് ചെയ്യുന്ന ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്രയും ചൂടുള്ള സ്റ്റീമാണ് വരിക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റീം കൂൾ ഡൗൺ ചെയ്യുമ്പോൾ വീണ്ടും അത് വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു സ്റ്റീമായി മാറുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ ഡ്രൈയിങ് ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ലൈൻ, അതായത് നമ്മൾ ഡ്രസ്സുകളൊക്കെ നമ്മൾ തൂക്കിയിടുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. വെയിലത്ത് തൂക്കിയിടുന്ന സമയത്ത് നടക്കുന്ന പ്രക്രിയ ഇതാണ്. വെള്ളം സ്റ്റീമായിട്ട് പോവുകയാണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ. അങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സുകളിലുള്ള വെള്ളം എല്ലാം പോകുന്നത്, അതായത് ഉണങ്ങുന്നത് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെയാണ് സ്വെറ്റിംഗ് ഓഫ് കൂൾ ഡൗൺ അവർ ബോഡീസ്, അതായത് നമ്മുടെ ബോഡി തണുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബോഡി ഏറ്റവും ചൂടായിരിക്കുന്ന സമയത്ത് വിയർക്കും. ഓക്കെ, ആ വിയർപ്പെല്ലാം നമ്മൾ തണുക്കുന്ന സമയത്ത്, നമ്മുടെ ബോഡി തണുക്കുന്ന സമയത്ത് ഇവാപ്പറേറ്റ് ആയിട്ടുള്ള വാട്ടേഴ്സ് എല്ലാം തണുത്ത് നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും അല്ലേ. സ്വെറ്റിംഗ് ടു കൂൾ ഡൗൺ അവർ ബോഡീസ്, അതായത് നമ്മൾ വിയർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അത് ഈ ഒരു ഇവാപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ തോന്നുവാണെന്നുണ്ടെങ്കിൽ മക്കൾ ഗ്രൂപ്പുകളിൽ ചോദിക്കുക. എല്ലാ ഡൗട്ടും കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.